നമസ്കാരം. സ്റ്റാർ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജനഹിതം നിറവേറി, ജനനേതാക്കൾ സത്യപ്രതിജ്ഞ ചെയ്തു. മിന്നൽ പണിമുടക്ക് വീണ്ടും, ദുരിതമൊഴിയാതെ പൊതുജനം. വളയത്ത് സാമൂഹ്യ വിരുദ്ധർ കട അടിച്ചു തകർത്തു. വാർത്തകൾ വിശദമായി. തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ സാരഥികൾ സ്ഥാനമേറ്റു. നാദാപുരത്ത് സൂപ്പി നരിക്കാട്ടിരിയും വാണിമേലിൽ NK മൂസ മാസ്റ്ററും വളയത്ത് TP കുമാരൻ മാസ്റ്ററും നരിപ്പറ്റയിൽ പവിത്രനുമാണ് പ്രസിഡന്റുമാരായി സ്ഥാനമേറ്റു. വിവിധ പഞ്ചായത്തുകളിൽ രാവിലെ 11 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നത്. നൂറുകണക്കിന് പ്രവർത്തകരെ സാക്ഷിയാക്കിയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നത്. നാദാപുരത്ത് സൂപ്പി നരിക്കാട്ടിരിയും വാണിമേലിൽ NK മൂസ മാസ്റ്ററും വളയത്ത് TP കുമാരൻ മാസ്റ്ററും നരിപ്പറ്റയിൽ TP പവിത്രനുമാണ് പഞ്ചായത്തിന്റെ സാരഥ്യം ഏറ്റെടുത്തിരിക്കുന്നത്. തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി NP ദേവി സ്ഥാനമേറ്റു. സൂപ്പി നരിക്കാട്ടേരി നാദാപുരത്തിന്റെ പ്രസിഡന്റാവുന്നത് ഇത് 3ാം തവണയാണ്. നിരവധി പുരസ്കാരങ്ങൾ പഞ്ചായത്തിന് നേടിക്കൊടുത്ത സൂപ്പി ശാശ്വത സമാധാനത്തോടെ സമഗ്ര വികസനം എന്നതാണ് ഇപ്രാവശ്യം മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം. നാദാപുരം ഗ്രാമപഞ്ചായത്തിൽ വികസന വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടാണ് സൂപ്പി നരിക്കാട്ടേരി 3ാം തവണയും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. ശാശ്വത സമാധാനത്തോടെ സമഗ്ര വികസനം എന്ന മുദ്രാവാക്യമാണ് ഈ തവണ അദ്ദേഹം ഉയർത്തുന്നത്. 1962 ജനിച്ച ഇദ്ദേഹം MSFിലൂടെയാണ് രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്നത്. MSFന്റെ താലൂക്ക് സെക്രട്ടറി, യൂത്ത് ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി, പ്രസിഡന്റ്, ജില്ലാ ട്രഷറർ എന്നീ തലങ്ങളിലും പ്രവർത്തിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ച ഇദ്ദേഹം ജില്ലാ വികസന കൗൺസിലിലും ബ്ലോക്ക് വികസന കൗൺസിലിന്റെയും ചെയർമാനായി. നാദാപുരം പഞ്ചായത്തിന് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 7 പ്രാവശ്യം അംഗീകാരം ലഭിക്കുകയുണ്ടായി. രാഷ്ട്രപതിയുടെ പ്രത്യേക പുരസ്കാരം നേടിയ പഞ്ചായത്ത് എന്ന ഖ്യാതിയും ഉണ്ടായത് ഇദ്ദേഹത്തിന്റെ ഭരണകാലത്താണ്. പഞ്ചായത്ത് അസോസിയേഷന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയാണ് അദ്ദേഹം. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തിനിടയിൽ ബോംബാക്രമണത്തിൽ പരിക്കേറ്റ ഇദ്ദേഹം ആശുപത്രി കിടക്കയിൽ നിന്നാണ് സത്യപ്രതിജ്ഞ ചെയ്യാനായി നാദാപുരത്തെത്തിയിരുന്നത്. നാദാപുരം പഞ്ചായത്തിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരമുണ്ടാക്കുകയും ബസ് സ്റ്റാൻഡ് വികസനമടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുകയുമാണ് തന്റെ ആദ്യ അജണ്ടയെന്ന് സൂപ്പി നരിക്കാട്ടേരി സ്റ്റാർ വിഷനോട് പറഞ്ഞു. വാണിമേലിൽ ചരിത്ര വിജയം നേടിയ മുസ്ലിം ലീഗ് പഞ്ചായത്തിന്റെ സാരഥ്യം ഏൽപ്പിച്ചിരിക്കുന്നത് NK മൂസ മാസ്റ്ററെയാണ്. ഒട്ടേറെ തവണ മെമ്പറായിരുന്ന മൂസ മാസ്റ്റർ പ്രസിഡന്റ് ആവുന്നത് ഇതാദ്യമായാണ്. കൂമുള്ളവർമ്മത്ത് കുഞ്ഞാലി ഹാജിയുടെയും കുഞ്ഞായിഷയുടെയും മകനായി 1966 ജനിച്ച NK മൂസ മാസ്റ്റർ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്നത്. ഭൂമിവാതുക്കൽ MLP സ്കൂൾ, വാണിമേൽ MEP സ്കൂൾ, ക്രസന്റ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. മൊകേരി ഗവൺമെന്റ് കോളേജിൽ നിന്നും പ്രീ ഡിഗ്രി പൂർത്തിയാക്കിയ ഇദ്ദേഹം മടപ്പള്ളി ഗവൺമെന്റ് കോളേജിലാണ് ബിരുദ പഠനം പൂർത്തിയാക്കിയത്. സുൽത്താൻ ബത്തേരി സെന്റ് മേരീസ് കോളേജിൽ നിന്നും ബിരുദാനന്തര ബിരുദവും ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BEdും നേടി. പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഇദ്ദേഹം ഇപ്പോൾ ക്രസന്റ് ഹൈസ്കൂളിലെ സോഷ്യൽ സ്റ്റഡീസ് അധ്യാപകനാണ്. സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ MSFിലൂടെ പ്രവർത്തന രംഗത്തേക്ക് വന്നു. നാദാപുരം മണ്ഡലം MSF ജനറൽ സെക്രട്ടറി, ജില്ലാ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി, മണ്ഡലം ജനറൽ സെക്രട്ടറി എന്നീ സ്ഥാനങ്ങളും ജില്ലാ കമ്മിറ്റി അംഗത്വവും നേടി. മുസ്ലിം ലീഗ് വാണിമേൽ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറിയായി 10 വർഷത്തോളമായി പ്രവർത്തിച്ചു വരികയാണ്. 1995-ലും 2000-ലും 2005-ലും വാണിമേൽ ഗ്രാമപഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2005-ൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി പ്രവർത്തിച്ചു. 2010-ൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോടിയൂറ വാർഡിൽ നിന്നുമാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. ഒട്ടേറെ രാഷ്ട്രീയപരമായ വിവാദങ്ങളിലും ആരോപണങ്ങളിലും പെട്ട NK മൂസ മാസ്റ്റർ തന്റെ രാഷ്ട്രീയ ഇച്ഛാശക്തിയിലൂടെ ഇതിനെയൊക്കെ അതിജീവിക്കുകയായിരുന്നു. നരിപ്പറ്റയിൽ TP പവിത്രനാണ് പഞ്ചായത്തിന്റെ സാരഥ്യം ഏറ്റെടുത്തിരിക്കുന്നത്. യുവജന പ്രസ്ഥാനത്തിലൂടെ വന്ന പവിത്രൻ നിരവധി തവണ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. യാത്രക്കാർക്ക് ദുരിതം മാത്രം നൽകിക്കൊണ്ട് തലശ്ശേരി തൊട്ടിൽപ്പാലം റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തി. കുളങ്ങരത്ത് വെച്ച് ബസ് ജീവനക്കാരനെ മർദ്ദിച്ച പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക് നടത്തിയത്. കഴിഞ്ഞ ദിവസം കുളങ്ങരത്ത് വെച്ച് തലശ്ശേരി തൊട്ടിൽപ്പാലം റൂട്ടിൽ ഓടുന്ന സ്വകാര്യ ബസ്സിലെ ഡ്രൈവറെയും കണ്ടക്ടറെയും മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. സംഭവത്തിൽ ഉൾപ്പെട്ട പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് രാവിലെ മുതൽ കുറ്റ്യാടിയിൽ മിന്നൽ പണിമുടക്ക് ആരംഭിച്ചത്. പണിമുടക്കിനെ തുടർന്ന് സ്കൂൾ, കോളേജ്, സർക്കാർ ഉദ്യോഗസ്ഥരടക്കം നിരവധി യാത്രക്കാർ വലഞ്ഞു. എന്നാൽ മിന്നൽ പണിമുടക്കുമായി യൂണിയനുകൾക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് സംയുക്ത തൊഴിലാളി യൂണിയൻ നേതാക്കൾ അറിയിച്ചു. ബസ്സുകൾ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വളരെ പെട്ടെന്ന് ഇങ്ങനെ ബന്ദ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് നിരവധി കോളേജുകളും മറ്റും ഒക്കെ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ എത്തിപ്പെടാൻ കഴിയുന്ന ഓഫീസർമാർക്കും വ്യക്തികൾക്കുമൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള സമരമായി ഈ ബസ് സമരം മാറുകയാണ്. പ്രത്യേകിച്ച് കോടതി പോലും ഒരു അവശ്യ സർവീസായി പരിഗണിച്ച ഈ ബസ് സർവീസ്
യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഇങ്ങനെ നിർത്തിവെക്കുന്നതിൽ ശക്തമായ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നും മുഴുവൻ ആളുകളുടെ ഭാഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഗവൺമെന്റ് തലത്തിൽ തന്നെ പോലീസ് മേധാവികൾ വളരെ കർശനമായ നടപടി ഇതുമായി ബന്ധപ്പെട്ട് ഇത് നടത്തുന്ന ആളുകൾക്കെതിരെ ഉണ്ടായിരിക്കണമെന്ന് വളരെ പ്രധാനമായി അറിയിച്ചു. വാണിമേലിൽ ലീഗ് നേടിയ ചരിത്ര വിജയം ആഘോഷമാക്കി മാറ്റുകയാണ് ലീഗ് പ്രവർത്തകർ. ആയിരങ്ങൾ പങ്കെടുത്ത ആഹ്ലാദ പ്രകടനം വാണിമേലിനെ അക്ഷരാർത്ഥത്തിൽ ഹരിതഭൂമിയാക്കി മാറ്റുകയായിരുന്നു. വാണിമേലിൽ നേടിയ ചരിത്ര വിജയം മുസ്ലിം ലീഗ് പ്രവർത്തകർ അക്ഷരാർത്ഥത്തിൽ ആഘോഷമാക്കുകയായിരുന്നു. ഞായറാഴ്ച രാവിലെ മുതൽ തന്നെ വാണിമേൽ പഞ്ചായത്തിനെ ഹരിതഭൂമിയാക്കി മാറ്റുകയായിരുന്നു പ്രവർത്തകർ. ആയിരങ്ങൾ പങ്കെടുത്ത ആഹ്ലാദ പ്രകടനം വാണിമേൽ പാലത്തിന് സമീപത്തു നിന്നാണ് ആരംഭിച്ചത്. പ്രവർത്തകരുടെ ആഹ്ലാദം പങ്കിടാൻ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന വൻ ജനാവലിയാണ് റോഡിന് ഇരുവശവും തിങ്ങി നിറഞ്ഞത്. ഭൂമിവാദികൾ താഴെ അങ്ങാടിയിൽ സമാപിച്ച പ്രകടനത്തിന് ശേഷം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. പൊതുയോഗത്തിൽ CVM വാണിമേൽ മുഖ്യ പ്രഭാഷണം നടത്തി. ആഘോഷങ്ങൾക്ക് പൊലിമ കൂട്ടാൻ വൻ കരിമരുന്ന് പ്രയോഗമാണ് വാണിമേലിൽ നടന്നത്. മുസ്ലിം ലീഗിന്റെ പൊതുയോഗത്തിന് ശേഷമാണ് കരിമരുന്ന് പ്രയോഗം നടന്നത്. വാണിമേലിലെ ആഘോഷങ്ങൾക്ക് കരിമരുന്ന് പ്രയോഗം ഒഴിവാക്കാൻ പറ്റാത്ത ഇനമായി മാറിയിരിക്കുകയാണ്. ലീഗിന്റെ ആഹ്ലാദ പ്രകടനത്തിന് ശേഷം വാണിമേലിൽ ഗംഭീര കരിമരുന്ന് പ്രയോഗമാണ് നടന്നത്. ഇത് സ്പോൺസർ ചെയ്തതാവട്ടെ വാണിമേലിലെ ബിസിനസ്സുകാരനായ നസീർ വെള്ളിയോടും. ആഘോഷങ്ങൾക്ക് അതിർവരമ്പുകൾ നിർണ്ണയിക്കാതെ ഏത് ആഘോഷത്തിനും നസീറിന്റെ വക കരിമരുന്ന് പ്രയോഗം പതിവായിരിക്കുകയാണ്. പുതുവത്സരം, പെരുന്നാൾ, ക്രിസ്മസ്, ഓണം തുടങ്ങി എല്ലാ ആഘോഷങ്ങൾക്കും നസീറിന്റെ വക കരിമരുന്ന് പ്രയോഗങ്ങൾ ഉണ്ടാവാറുണ്ട്. നസീർ വെള്ളിയോട് എന്ന് പറഞ്ഞാൽ പലർക്കും അറിയില്ലെങ്കിലും ആപ്പി കോച്ച് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സുപരിചിതനാണ് ഈ ബിസിനസ്സുകാരൻ. അതിനിടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വാണിമേലിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. പ്രതികരണ വേദിയുടെയും മുസ്ലിം ലീഗിന്റെയും പേരിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. മുസ്ലിം ലീഗ് നേടിയ ചരിത്ര വിജയത്തിന്റെ ആഘോഷങ്ങൾക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് വാണിമേലിൽ മുസ്ലിം ലീഗ് വിരുദ്ധ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് പോസ്റ്ററുകൾ രംഗത്ത് വന്നത്. പ്രതികരണ വേദിയുടെയും മുസ്ലിം ലീഗിന്റെയും പേരിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. INL നാദാപുരം മണ്ഡലം സെക്രട്ടറി KG ലത്തീഫിനെ INL നിന്നും പുറത്താക്കിയതാണെന്ന് INL നേതാക്കൾ പറഞ്ഞു. ലത്തീഫ് രാജിവെച്ചതാണെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും നേതാക്കൾ പറഞ്ഞു. വളയം ടൗണിലെ അപ്സര ടീ ഷോപ്പ് സാമൂഹ്യ വിരുദ്ധർ അടിച്ചു തകർത്തു. ശനിയാഴ്ച രാത്രിയാണ് സംഭവം. വളയം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. രാത്രി 8:30 ഞങ്ങളിവിടെ പോയി. എന്നതിന് ശേഷം സംബന്ധിച്ചായിരിക്കും അറിയില്ല. ഇന്ന് രാവിലെ രാജ വിളിച്ച സമുദ്രയുടെ ഹോട്ടലിലെ മലയാളി രാവിലെ ഒരു 6 മണിക്ക് വിളിച്ചപ്പോഴാണ് അറിയില്ല. അപ്പോഴാണ് നിങ്ങളെ പീഡിയൻ്റെ ടൈൽസ് പൊട്ടിച്ചിരിക്കുന്നത്. ഇതിന്റെ മുന്നേ എങ്ങനെ ഉണ്ടായിരുന്നോ? ഇതിന്റെ മുമ്പ് ഒരു കൊല്ലം മുമ്പ് ഇവിടെ ഒരു മേശ ഉണ്ടായിരുന്നു, ഫർണിച്ചർ മേശ. അതെടുത്തിട്ട് റൂട്ടിൽ കൊണ്ടിട്ട്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ മുൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന T. മൂസ മാസ്റ്റർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. മണ്ഡലം പ്രസിഡന്റ് MK കുഞ്ഞബ്ദുള്ള മെമ്പർഷിപ്പ് നൽകി ഇവരെ സ്വീകരിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനഹിതം നിറവേറി, ജനനേതാക്കൾ സത്യപ്രതിജ്ഞ ചെയ്തു. മിന്നൽ പണിമുടക്ക് വീണ്ടും, ദുരിതമൊഴിയാതെ പൊതുജനം. വളയത്ത് സാമൂഹ്യ വിരുദ്ധർ കട അടിച്ചു തകർത്തു. സ്റ്റാർ വിഷൻ വാർത്തകൾ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാത്രി 10 മണിക്കും പുനഃസംപ്രേഷണം രാവിലെ 8 മണിക്കും 10 മണിക്കും ഉച്ചയ്ക്ക് 12 മണിക്കും. ഞങ്ങളുടെ വാർത്തകൾ വെബ്സൈറ്റിലും ലഭ്യമാണ്. അഡ്രസ് starvisiontv.online.com. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.